ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിന് കിണ്ണത്ത് പാർന്നത്, പിന്നെ ലെയർ പത്തിരി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റാണിത്. ഇതിന് അരി അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പം തന്നെ അരച്ചിട്ട് ചുടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഇതേപോലെ ഇങ്ങനെ ലെയറായി കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. പച്ചരി ഞാനൊരു 5 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു. കുതിർത്തതിന് ശേഷം നമുക്ക് പച്ചരിയിലേക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം 1 കപ്പിലായിരുന്നു ഞാൻ പച്ചരി എടുത്തിരുന്നത്. ഇനി ഒരു 3/4 കപ്പ് ചോറ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചോറ് നമ്മൾ സാധാ ഏത് ചോറാണോ നിങ്ങൾ പിന്നെ ഏത് അരി ഉപയോഗിച്ചിട്ടാണോ ചോറ് ഉണ്ടാക്കാറ്, ആ ഒരു ചോറ് പിന്നെ ഒരു 3/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. ബാക്കി വന്ന ചോറെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ കട്ടി കൂടിയും പോകാൻ പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇതിൻ്റെ പരുവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് 2 ബാച്ചായിട്ട് അടിച്ചെടുക്കുക. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഇതിലിട്ട് അടിക്കാൻ പറ്റൂല. അപ്പോൾ 2 ബാച്ചായിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ വെള്ളം, അതായത് നമ്മുടെ അരി ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ ഇത് വല്ലാണ്ട് ലൂസായി പോവും. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അരി നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അതായത് അധികം ലൂസും ആയി പോകാൻ പാടില്ല, അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല. നമ്മൾ ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയോ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയോ ഒന്നുമല്ല, അതിനേക്കാളെല്ലാം കുറച്ചും കൂടി ലൂസ് ആവണം. അപ്പോൾ ഇത് 2 ബാച്ചും ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുക. അപ്പോൾ അതിനൊരു ഇഡ്ലി പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ലി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഓവനിൽ സപ്പോർട്ട് ചെയ്യുന്ന ബൗളോ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ആയാലും ഗീ ആയാലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. ഈ ഒരു ഓയിൽ നല്ലവണ്ണം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുക്കണം. നമുക്കിതിങ്ങനെ ഇളകി കിട്ടണം ഇത് തയ്യാറായി വന്നാൽ. അപ്പോൾ ഈ പാത്രം കംപ്ലീറ്റ് ഫില്ലാകുന്ന രീതിയിലുള്ള, അതായത് ലെയറായിട്ടാണ് നമ്മളിതിൽ അരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ. അതായത് അധികം കൂടുതൽ കോരി ഒഴിക്കാൻ പാടില്ല, അപ്പോൾ അടി ഭയങ്കര കട്ടിയായിപ്പോവും. 1-2 തവി, പക്ഷേ ആ ഒരു ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ഫില്ലാവണം. ആ ഒരു പ്ലേറ്റിൽ കംപ്ലീറ്റ് ഫില്ലാകുന്ന രീതിയിൽ 1-2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഡ്രൈ ആയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഓയിൽ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലവണ്ണം തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇതേപോലെയുള്ള ബ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് അതിൻ്റെ മേലെ അടുത്ത ലെയറിൽ പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതും ഒരു 2-2.5 സ്പൂണോളം മതി. അപ്പോൾ തന്നെ അത് ഫില്ലായിക്കോളൂ. അധികം കോരി ഒഴിക്കാൻ പാടില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത് അടുത്ത ലെയറും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഈ ഒരു പ്ലേറ്റ് ഫില്ലാകുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഓരോ ലെയർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കും തോറും നമ്മൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഓയിൽ തടവിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ഞാൻ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെ ഈ സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 3ാമത്തെ ലെയറും ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതേപോലെ ഓയിൽ തടവി കൊടുക്കണം. ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-2.5 തവിയോളം മാവ് മതിയാവും. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം. പിന്നെ മാവ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പ്ലേറ്റ് ഫില്ലാകുന്ന രീതിയിലുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം പിന്നെ അടച്ച് വെച്ചൊന്ന് വേവിക്കുക. 2 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുന്നതിൻ്റെ സമയം പിന്നീട് കുറഞ്ഞു വരും കേട്ടോ. ആദ്യത്തെ ലെയർ 2 മിനിറ്റ് ആണെങ്കിൽ പിന്നെ 2ാമത്തെ ലെയറിൽ 2 മിനിറ്റ് വേണ്ടി വരില്ല. അതിപ്പോൾ ഒന്ന് പിന്നെ ആ ഒരു ചൂടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മേലത്തെ ആ ഒരു
ഭാഗം ഡ്രൈ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ ലെയർ ഓയിൽ പുരട്ടിയതിന് ശേഷം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 4 ലെയറോളം ഇവിടെ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെ പ്ലേറ്റിൽ എത്ര കൊള്ളുമെന്ന് വെച്ചാൽ അത്രയും ലെയർ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 4 5 മതി, അതാണ് നല്ലത്. അപ്പം ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് അപ്പുറത്തെ പ്ലേറ്റിലേക്ക് കറക്റ്റ് അത് കമഴ്ത്തി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് വിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പം ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ഞാനിതാ ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുകയാണ്. കമഴ്ത്തി കൊടുക്കുമ്പോൾ തന്നെ അത് അതിലേക്ക് വീഴും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിലെല്ലാം ഓയിൽ പുരട്ടി കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വീണ് കിട്ടും. അപ്പോൾ ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഭാഗം പ്ലേറ്റിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാണ്ട് തന്നെ ആ പ്ലേറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ലെയർ പോലെ കിട്ടും. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഇതേപോലെ ഇങ്ങനെ പാളികളായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ അധികം കൂടുതൽ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് കണ്ടോ, ഓരോ ലെയേഴ്സായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഒരു 4 5 ലെയറാണ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. എല്ലാ കറി ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈവൻ ചട്നി പോലും നല്ല അടിപൊളിയാണ്. അടുത്ത നല്ല ഈസി റെസിപ്പീസോ ടിപ്സോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.